is brought to you in association with LG കായം. 11 മണി കറക്റ്റ് അടിച്ച് നിൽക്കുന്ന ഒരു ജൂലൈ 23 ട്യൂസ്ഡേ മോർണിംഗിലാണ് നമ്മളുള്ളത്. ടൈം പാസിൽ ഹരിതയും ദീപക്കുമാണ് റേഡിയോ മാംഗോ 91.9. ഹേയ്, ഈ 11 മണിക്കാണ് നമ്മുടെ 2024 സെൻട്രൽ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. പക്ഷേ ഇന്നലെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയി, കോഴിക്കോടുള്ള ഒരു സ്ഥലം വരെ പോയപ്പം തന്നെ നമ്മൾ നന്നായിട്ട് ഞെട്ടിട്ടോ. അതെ, നമ്മൾ മാത്രല്ല, ശരിക്കും ആ സ്ഥലത്തുള്ള ആള് വരെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞത് കേട്ടാല് നമ്മൾ ഞെട്ടിപ്പോവും. പുറത്തുനിന്ന് നോക്കുമ്പോ തന്നെ ഒരു IT കമ്പനി സെറ്റപ്പ്, ഫോട്ടോസ് കുറെ കണ്ടപ്പോഴാണെങ്കിൽ ഒരു IT കമ്പനി സെറ്റപ്പ് തോന്നിയായിരുന്നു. ഇത് ഏതാണ് ഈ സ്ഥലം എന്നാണെങ്കിൽ പറയാലോ. ടൈം പാസിൽ ഹരിതയും ദീപക്കും ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. കത്താലേ സോഗത്താലേ യത്താലേ കണ്ടെത്താലേ കെട്ടാലേ കൺകെട്ടാലേ. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. ഇന്റീരിയർ ഒരു രക്ഷയില്ലാത്ത ഇന്റീരിയർ. ഇത് ഡിസൈൻ ചെയ്ത ആളെ സമ്മതിക്കണം, അത്രയ്ക്ക് അടിപൊളി. ഫോട്ടോ എടുക്കാണ്ട് പോകാനേ തോന്നൂല, ഒരു ഫോട്ടോ എങ്കിലും എടുക്കണം. ഷടാ, ഇത് എന്തിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണെങ്കിൽ, ഇന്നലെ ഞാനും ഹരിതയും ഒരു സ്ഥലം വരെ പോയി എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ആ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ആ സ്ഥലത്തിനെ കുറിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ നമ്മളോട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. ശരിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹരിതയും ദീപക്കും അപ്പൊ ഏത് സ്ഥലത്തായിരിക്കും പോയത് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഗസ് അടിക്കാൻ പറ്റുന്നുണ്ടോ? ഇനിയിപ്പോ ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണോ, അല്ലെങ്കിൽ ഒരു മൂവി തിയേറ്റർ ആണോ, ഇനി ഒരു IT ഫേം ആണോ, എങ്ങോട്ടാണ് ഇവർ രണ്ടുപേരും കൂടി പോയത് എന്നാണ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ തന്നെ ആ ഒരു സസ്പെൻസ് റിവീൽ ചെയ്യാട്ടോ. അതെ, ഞങ്ങൾ ഇന്നലെ പോയത് കോഴിക്കോടുള്ള ഒരു ലൈബ്രറിയിലേക്കാണ്. നമ്മുടെ സെന്റ് ജോസഫ് ദേവഗിരി കോളേജിലെ ഒരു റെനോവേറ്റഡ് ലൈബ്രറിയിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഇനി എന്തായാലും ടൈം പാസിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ആ ലൈബ്രറിന്റെ കുറച്ചധികം വിശേഷങ്ങളാണ്. വെയിറ്റ് ഫോർ ദാറ്റ്. റേഡിയോ മാംഗോ 91.9 ടൈം പാസിൽ ഹരിതയും ദീപക്കും ഉണ്ടാവും. നാട്ടിലെങ്ങും പാട്ടായി. പറയുവാനിതാദ്യമായി പരികൾ മായേ മിഴികളിൽ ഒരായിരം. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. ക്രോണിക് ബാച്ചിലർ മൂവിലെ സോങ് സമയത്ത് 11 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പതേ ടൈം പാസിൽ ഹരിതയും ദീപക്കുള്ളത് ഒരു വലിയ ലൈബ്രറിയുടെ ഉള്ളിലാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് സെന്റ് ജോസഫ് ദേവഗിരി കോളേജിലെ റെനോവേറ്റഡ് ലൈബ്രറി. ശരിക്കും പറയണമെങ്കിൽ 4 നിലയിലുള്ള വലിയൊരു ലൈബ്രറിയാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മളിങ്ങനെ വണ്ടടിച്ചു നോക്കും, ഇതെന്താ ലൈബ്രറി ഇങ്ങനെ. സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ ഒരു ലൈബ്രറി ഒന്നുമല്ല കേട്ടോ. മൊത്തത്തിൽ കളർഫുൾ ആയിട്ട് വേറെ തന്നെ ഒരു ലുക്കും വേറെ തന്നെ ഒരു ആംബിയൻസും ആണ്. ഇപ്പൊ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കോഴിക്കോട് ഭാഗത്ത് ഷെയർ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഈ ലൈബ്രറിന്റെ അകത്ത് പോയപ്പോ അവിടുന്ന് കുറച്ച് ആൾക്കാർ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടോ. നന്ദന ശങ്കർ, MSW ഫസ്റ്റ് ഇയർ. ഇപ്പൊ ഡിഗ്രി പഠിച്ച കോളേജിലാണെങ്കിലും ഒരു 2 നില ലൈബ്രറി, സാധാരണ നോർമൽ എല്ലായിടത്തും കാണുന്ന ലൈബ്രറിയാണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴും ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും ഓരോരുത്തർക്ക് പഠിക്കാനായിട്ട് സെപ്പറേറ്റ് ഡ്രാമയിലും സീരീസിലൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ. ഇവിടെ എവിടെയോ ലൈബ്രറിയിൽ ഇങ്ങനത്തെ ഇംപ്ലിമെന്റ് ആയിട്ട് കണ്ടിട്ടില്ല, സീരീസിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ എന്നെ കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഒക്കെ, എപ്പോഴും ഒരു പ്രാവശ്യം ഇതിനകത്ത് വന്നിരുന്നൊന്ന് വായിക്കണം അല്ലെങ്കിൽ പഠിക്കണം എന്നൊരു സാധനം ഉണ്ടായിരുന്നു. സത്യമായിട്ടും ഈ ഒരു റെനോവേറ്റഡ് ലൈബ്രറിയുടെ ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് വായനയിൽ അത്രയ്ക്ക് താല്പര്യം ഇല്ലെങ്കിലും കൂടെ ഒരു 2-3 ബുക്ക് അവിടെ പോയിരുന്ന് വായിച്ചാലോ എന്ന് തോന്നിപ്പോവും. എല്ലാരും ഫുള്ള് വായനയായിരിക്കും ഒരാഴ്ചത്തേക്ക്. അല്ല, വായിക്കാൻ പൊതുവെ ഇഷ്ടമുള്ള ആളല്ല, പക്ഷെ ഇത് കാണുമ്പോ ഒരു ദിവസമെങ്കിലും ഇതിനകത്ത് വന്നിരുന്ന് വായിക്കണം എന്നുള്ള ഒരു സാധനം. ഈ ആംബിയൻസിൽ ഇരുന്നിട്ട് വെറുതെ 5 മിനിറ്റ് ബുക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മറിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ന്യൂ ജെൻ ലൈബ്രറി എന്ന് പറഞ്ഞാല് അത് ഇതാണ് കേട്ടോ. കേറി കഴിഞ്ഞാല് നമുക്ക് ആർക്കും പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നൂല എന്നുള്ളതാ. കടന്ന് വായിക്കാം, ഇരുന്ന് വായിക്കാം, ഗ്രൂപ്പായിട്ട് വായിക്കാം, ഒറ്റയ്ക്ക് എങ്ങനെ വേണമെങ്കിലും വായിക്കാം, ഒറ്റയ്ക്ക് വായിക്കാം. ഞങ്ങൾ MSW സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് കൂടുതലും ഇങ്ങനെ കുറെ റിസർച്ച് വർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ സ്വസ്ഥ സമാധാനമായിട്ട് ഇവിടെ വന്നിരുന്ന് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അത്ര പീസ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു സ്ഥലം. നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും അതിന്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഒരു ബുക്ക് വായിക്കാൻ ഇരിക്കുന്ന സമയത്തും അതിന്റെ ആ ഒരു ചുറ്റുപാടും ഇതേപോലെ തന്നെ പീസ്ഫുൾ കാം ആയിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ആണെങ്കിൽ നല്ല സാധാരണ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ലൈബ്രറി ആയിട്ട് ഈ ഒരു ലൈബ്രറിനെ സെറ്റ് ചെയ്തതിന്റെ പിന്നിലുള്ള ഒരു റീസൺ എന്താണ് എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ വെയിറ്റ് കരോ, ദേ വേറൊരാളുമായിട്ട് ടൈം പാസിൽ ഹരിതയും ദീപക്കും വരുന്നുണ്ട്. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. അനുരാഗലോലക
റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. മലരിനെ ഉമ്മ വെച്ചിടുവാൻ വായോ വായോ വായോ. This show is brought to you in association with LG കായം 11 മണി കഴിഞ്ഞ് 29 ആണ്. ഒരു ബ്യൂട്ടിഫുൾ ട്യൂസ്ഡേ, ജൂലൈ 23 ആണ്. ടൈം പാസിൽ ഹരിതയും ദീപക്കും റേഡിയോ മാക്കോ 91.9. ആൻഡ് ഹരിതയും ദീപക്കും ഇപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോടുള്ള സെന്റ് ജോസഫ് കോളേജ് ദേവഗിരിയിലെ റെനോവേറ്റഡ് ലൈബ്രറിയിലാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ലൈബ്രറി എന്നൊക്കെ പറയുമ്പോൾ ആ ലൈബ്രറിന്റെ മെയിൻ ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ വിത്ത് നോ ഡൗട്ട് നമ്മൾ എന്ത് പറയും? നമ്മുടെ ലൈബ്രറിയൻ. എൻ്റെ പേര് ടോം സ്നേജ്. എന്നെ എല്ലാവരും ടോം ചേട്ടാന്നാണ് വിളിക്കുന്നത്. ഞാനിവിടെ സെന്റ് ജോസഫ് കോളേജിലെ ലൈബ്രറിയനാണ്. ഇങ്ങനൊരു ലൈബ്രറി ഉണ്ടാക്കാന്നുള്ള ഒരു കോൺസെപ്റ്റ് ശരിക്കും ആരതാ? ഇത് ശരിക്കും ഇതിന്റെ കൺസൾട്ടന്റ് എന്ന് പറയുന്നത് ഫാദർ ജോൺ നീലങ്കാവിലാണ്. അദ്ദേഹം ഒരു 100ഓളം ലൈബ്രറികൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ ലൈബ്രറികളുടെ ഫാദർ ഓഫ് ലൈബ്രറി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ആയിരുന്നത്. അദ്ദേഹം പറയുന്നത് കുട്ടികളെ എങ്ങനെയൊക്കെ നമുക്ക് ലൈബ്രറിയിലേക്ക് ആകർഷിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ആകർഷിക്കണം. പുതിയ ജനറേഷന് എങ്ങനെയാണോ ഇരിക്കേണ്ടത് ആ രീതിയിലെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരാൾ കുറച്ച് നേരം ഇത് വായിച്ച് ക്ഷീണിച്ചാൽ അതിന് കിടന്ന് വായിക്കാനുള്ള സൗകര്യം വരെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ലൈബ്രറിയോ എന്നാണെങ്കിൽ തീർന്നിട്ടില്ല. വേറെയും കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഈ ലൈബ്രറിൻ്റെതായിട്ട് പറയാനുണ്ട്. ഒന്ന്, ഞങ്ങളുടെ ഓപ്പൺ ആക്സസ് സിസ്റ്റമാണ്. കുട്ടികൾക്ക് എവിടെ വേണമെങ്കിൽ കയറി പോവാം. ഈ ലൈബ്രറിയിൽ 4 നിലയുണ്ട്. 3rd-ഉം 4th-ഉം ഫ്ലോർസ് റിസർച്ച് സ്കോളേഴ്സിന് വേണ്ടി മാത്രമാണ്. ഞങ്ങളുടെ ലൈബ്രറി അവേഴ്സ് എന്ന് പറയുന്നത് 8 to 8 ആണ്. ഇത് മാത്രമല്ല, ഇനി റിവീൽ ചെയ്യാൻ കിടക്കുന്ന ഒരു മെയിൻ ഹൈലൈറ്റ് ഉണ്ട് ഈ ഒരു ലൈബ്രറിയിൽ. ഇത് ഒരു ടവറാണ്. ഞങ്ങൾ അതിൻ്റെ പേര് ബുക്ക് ടവർ എന്നാണ്. ആ ടവറിൽ എല്ലായിടത്തും ബുക്കുകളുണ്ടാവും. ലൈറ്റ് റീഡിങ്ങിലുള്ള ബുക്കാണ് കൂടുതൽ ഞങ്ങൾ അതിനകത്ത് അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് വന്ന് ഇഷ്ടമുള്ള ബുക്ക് തിരഞ്ഞെടുത്ത് അവിടെ തന്നെ ഇത് വായിക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ലൈബ്രറി എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു സൈലൻസ് എന്നുള്ളതാണല്ലോ മനസ്സിലേക്ക് വരിക. പക്ഷേ ഈ ലൈബ്രറിയിൽ 3 ഡിഫറെന്റ് സോൺസ് ഉണ്ട്. അത് ഞങ്ങളുടെ ഈ ലൈബ്രറി ഞങ്ങൾ വിഭാഗം ചെയ്തിരിക്കുന്നത് 3 തട്ടുകളായിട്ടാണ്. അത് ആദ്യത്തെ അതായത് നല്ല തോട്ടവും കാര്യവും കുട്ടികൾക്ക് ഇരുന്ന് സൈലൻ്റ് ആയിട്ടിരുന്ന് നേച്ചുറൽ വായി ശ്വസിച്ചുകൊണ്ട് പഠിക്കാനും വായിക്കാനും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. അവിടെ ഞങ്ങൾ നോൺ സൈലൻസ് ഏരിയ എന്നാണ് പറയുന്നത്. അവിടെ കുട്ടികൾ സംസാരിക്കാം, ബഹളം ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് കയറി കഴിഞ്ഞാൽ അവിടെ സെമി സൈലൻ്റ് ഏരിയ ആണ്. കാരണം അവിടെ ലൈബ്രറി സ്റ്റാഫുണ്ട്, ടെക്നിക്കൽ സെക്ഷനുണ്ട്, ലൈബ്രറിയനുണ്ട്. അവിടെ ഞങ്ങളൊരു ഹ്യൂമൻ ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ എഴുത്തുകാരെ, പ്രോമിനൻ്റ് ആൾക്കാരെ അവിടെ കൊണ്ടിരുത്തിയിട്ട് അന്നത്തെ ദിവസം ഒരു കുട്ടികൾക്ക് അവർ വന്ന് സംവദിക്കാനും അവരിൽ നിന്ന് ഒരുപാട് പഠിച്ചെടുക്കാനുണ്ട്. അവരിപ്പോൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് കഥാപാത്രത്തെ പറ്റി ചോദിക്കാനും അറിയാനും ഉള്ള എല്ലാ സൗകര്യവും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ്, അതായത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ സൈലൻറ്റ് ഏരിയ ആണ്. അവിടെ സൈലൻസ് ആണ്. അവിടെ നമ്മൾ പീരിയോഡിക്കൽ സെക്ഷനുണ്ട്, ലൈറ്റ് റീഡിങ്ങിനുള്ള സെക്ഷനുണ്ട്. ഒരുപാട് എല്ലാ സ്ഥലത്തും നല്ല സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത് വായിക്കാണ്ട് അവിടെ സൈലൻസ് ആണ്. ഇതുപോലൊരു വൻ ആംബിയൻസിലുള്ള ഒരു ലൈബ്രറി ഒക്കെ നമുക്കും കിട്ടിയാൽ നമ്മളും പോയിരുന്ന് വായിക്കോ 2-3 ബുക്കൊക്കെ? ഞാൻ എന്തായാലും വായിക്കും, ഉറപ്പാണ്. ടൈം പാസിൽ ഹരിതയും ദീപക്കും റേഡിയോ മാക്കോ 91.9 നാട്ടിലെങ്കും പാട്ടായി. शायद कभी न कह सकूं मैं तुमको. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. ഹായ്, എൻ്റെ പേര് ടോം സ്നേജ്. ഞാനിവിടെ സെന്റ് ജോസഫ് കോളേജിലെ ലൈബ്രറിയനാണ്. ഇന്ന് ടൈം പാസിൽ ഹരിതയുടെയും ദീപകിന്റെയും കൂടെ നമ്മളുടെ കോഴിക്കോട് ദേവഗിരി കോളേജിലെ റിനോവേറ്റഡ് ലൈബ്രറിന്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈബ്രറിയൻ തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഈ ഒരു റെനോവേറ്റഡ് ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഫ്ലോറിലൊക്കെ ഉള്ള ഒരു 1.5 ലൈബ്രറിയാണ്. ശരിക്കും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒന്ന് കാണാൻ പറ്റുമോ എന്നുള്ളൊരു ആഗ്രഹം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചെന്ന് കാണാൻ പറ്റുമോ, നമുക്ക് അവിടെ പോയിരുന്ന ഒരു ബുക്ക് വായിക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ അതിനുള്ള ഉത്തരം പറയേണ്ടത് ആരാണ്? ലൈബ്രറിയൻ തന്നെ. ഈ ലൈബ്രറി കൊണ്ട് ഈ ലൊക്കാലിറ്റിക്ക് എന്ത് ഉപകാരം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ 1-2 പേര് പുറത്തുനിന്ന് വന്നിട്ട് ലൈബ്രറി ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അനുവദിക്കും. ലെൻഡ് ചെയ്യുന്നതിനുള്ളൊരു ചെറിയ പരിമിതികൾ അല്ലാത്ത രീതിയിൽ ബുക്ക് വായിക്കാനും ബുക്കിൽ ഇപ്പോൾ ഫോട്ടോ കോപ്പി, അതായത് സ്കാൻ ചെയ്ത് കൊണ്ടുപോകാനും അങ്ങനെയുള്ള എല്ലാ സൗകര്യവും ഇവിടെ അനുവദിക്കും. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അങ്ങനെ വേണമെന്നാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു എമൗണ്ട് മുടക്കി ഉണ്ടാക്കിയ ലൈബ്രറി കൊണ്ട് വെറുതെ ഒരു ബിൽഡിംഗ് ആയിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ എത്രത്തോളം ഔട്ട്പുട്ട്, അതായത് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് എന്തൊക്കെ ഇത് കിട്ടും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ചെയ്തിരിക്കും. ശരിക്കും നമ്മൾ നേരിട്ട് പോയി കാണേണ്ട ഒരു ലൈബ്രറി തന്നെയാണ് കേട്ടോ നമ്മുടെ കോഴിക്കോടുള്ള സെന്റ് ജോസഫ് കോളേജ് ദേവഗിരിയിലെ ഈ റെനോവേറ്റഡ് ലൈബ്രറി. ഇനിയിപ്പോ നേരിട്ട് ചെന്ന് കാണാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ വിഷമിക്കണ്ട, ബേജാറാവണ്ട. അതിനുള്ള ഒരു സൊല്യൂഷനും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. RJ ദീപക് റേഡിയോ മാംഗോ എന്നുള്ള റേഡിയോ മാംഗോ .ദീപക് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലോ അല്ലെങ്കിൽ റേഡിയോ മാംഗോ .ഹരിത എന്നുള്ള പ്രൊഫൈലിലോ ഇൻസ്റ്റഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ ചെറിയൊരു ഗ്ലിംസ് ഒക്കെ നമ്മൾ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അധികം വൈകാതെ പോസ്റ്റ് ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 1.5 ലൈബ്രറിയാണ് കേട്ടോ. ഉള്ളിനുള്ളിൽ ഇപ്പൊ അറിയാതെ എന്റെ ഉള്ളിലുള്ള വായനക്കാരനൊക്കെ ഉണരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ടൈം പാസിൽ ഹരിതയും ദീപക്കും റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്കും പാട്ടായി. പുഷ്പ 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 പുഷ്പ